ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ അൽഫോൻസ് ലിഗോരി എഴുതിയ മരിയ മഹാത്മ്യം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന. ഭാഗം 1. സ്വർലോകരാജ്ഞിയുടെ വ്യാഖ്യാനം. അധ്യായം 1. ഞങ്ങളുടെ രാജ്ഞിയും ഞങ്ങളുടെ മാതാവുമായ മറിയം. 2-ാം ഭാഗം. മറിയം നമ്മുടെ മാതാവായിരിക്കുന്നതിനാൽ അവളിലുള്ള വിശ്വാസം എത്ര കണ്ട് വർദ്ധിക്കണം. മറിയത്തിൻ്റെ ആശ്രിതർ അവളെ മാതാവ് എന്ന് വിളിക്കുന്നത് അർത്ഥരഹിതമായല്ല, യാദൃച്ഛികമായുമല്ല. വാസ്തവത്തിൽ മറ്റൊരു നാമം ഉപയോഗിച്ച് അവളോട് പ്രാർത്ഥിക്കുന്നത് അവരെ സംബന്ധിച്ച് അസാധ്യമാണ്. മാതാവ് എന്ന് വിളിക്കുന്നതിൽ അവർ ഒരിക്കലും തളരുന്നില്ല. മാതാവ്, അതെ, കാരണം അവൾ സത്യത്തിൽ നമ്മുടെ അമ്മയാണ്. ശാരീരികമായല്ല, പ്രത്യുത ആത്മീയമായി. നമ്മുടെ രക്ഷയുടെയും ആത്മാക്കളുടെയും മാതാവാണവൾ. നമ്മുടെ ആത്മാക്കൾക്ക് ദൈവകൃപ നഷ്ടമാകുന്നതിലൂടെ പാപം അവരുടെ ജീവനും നഷ്ടമാക്കി. നമ്മുടെ രക്ഷകനായ യേശു സ്വന്തം കുരിശുമരണത്തിലൂടെ ഈ ജീവൻ പുനഃസ്ഥാപിക്കാനായി അളവറ്റ കരുണയോടും സ്നേഹത്തോടും കൂടെ വന്നു. അവിടുന്ന് പ്രഖ്യാപിച്ചതുപോലെ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. അവിടുന്ന് കൂടുതൽ ഉദാരവാനായി പറഞ്ഞു. ദൈവശാസ്ത്രജ്ഞരുടെ അഭിപ്രായമനുസരിച്ച് ആദാമിൻ്റെ പാപം ഉളവാക്കിയ മുറിവിനെ രക്ഷയുടെ പ്രയോജനം ഏറെ കവച്ചുവെച്ചു. നമ്മെ ദൈവവുമായി അനുരഞ്ജിതരാക്കുന്നതിലൂടെ നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. കൃപയുടെ നിയമത്തിൽ അവിടുന്ന് സ്വയം ആത്മാക്കളുടെ പിതാവായി എന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചതുപോലെ തന്നെ യേശു നമ്മുടെ ആത്മാക്കളുടെ പിതാവാണെങ്കിൽ മറിയം അവരുടെ മാതാവുമാണ്. കാരണം നമുക്ക് യേശുവിനെ നൽകിയതിലൂടെ അവൾ നമുക്ക് യഥാർത്ഥ ജീവിതവും നൽകി. പിന്നീട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി മലയിൽ സ്വപുത്രൻ്റെ ജീവൻ ദാനം ചെയ്യുന്നതിലൂടെ അവൾ നമ്മെ കൃപയുടെ ജീവിതത്തിലേക്ക് ആനയിച്ചു. പരിശുദ്ധ പിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ 2 അവസരങ്ങളിൽ മറിയം നമ്മുടെ ആത്മീയ മാതാവായി. ആദ്യത്തേത്, മഹാനായ വാഴ്ത്തപ്പെട്ട ആൽബർട്ടിൻ്റെ അഭിപ്രായത്തിൽ കന്യാത്വം നിറഞ്ഞ ഉദരത്തിൽ ദൈവപുത്രനെ സംവഹിക്കുവാൻ അവൾ യോഗ്യയായപ്പോഴാണ്. സിയന്നായിലെ വിശുദ്ധ ബെർണാഡിൻ കുറേക്കൂടി വ്യക്തമായി ഇതേ കാര്യം പറയുന്നു. അവളുടെ പുത്രനായിത്തീരുന്നതിനു മുൻപ് നിത്യവചനം പ്രതീക്ഷിച്ചിരുന്നതുപോലെ ഏറ്റവും പരിശുദ്ധയായ കന്യക മംഗലവാർത്താവേളയിൽ സമ്മതം പ്രകടിപ്പിച്ചപ്പോൾ ആ നിമിഷം മുതൽ തീക്ഷ്ണമായ ഉത്സാഹത്തോടെ അവൾ ദൈവത്തോട് നമ്മുടെ രക്ഷ യാചിച്ചു. അവളത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആ നിമിഷം മുതൽ ഏറ്റവും സ്നേഹമയിയായ ഒരമ്മയെപ്പോലെ തൻ്റെ ഉദരത്തിൽ അവൾ നമ്മെ സംവഹിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട രക്ഷകൻ്റെ ജനനത്തെക്കുറിച്ച് പരാമർശിക്കവേ അദ്ദേഹം പറയുന്നു, അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു എന്ന്. തുടർന്ന് ഒരു ഗ്രന്ഥകർത്താവ് ഇങ്ങനെ പറയുന്നു, ഈ സന്ദർഭത്തിൽ ഏറ്റവും പരിശുദ്ധയായ കന്യക കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു എന്ന് സുവിശേഷകൻ പറയുമ്പോൾ പിന്നീട് അവൾക്ക് മറ്റു കുട്ടികളുണ്ടായി എന്ന് നാം കരുതണമോ? എന്നാൽ തുടർന്ന് അദ്ദേഹം സ്വന്തം ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. യേശുവിനെ കൂടാതെ മറിയത്തിന് ആത്മീയ മക്കളാണ് ഉള്ളത്. ആ മക്കളാണ് നാം. നമ്മുടെ കർത്താവ് ഇത് വിശുദ്ധ ജർത്രൂദിന് വെളിപ്പെടുത്തി കൊടുത്തു. അവൾ ഒരു ദിവസം പ്രസ്തുത ഗ്രന്ഥഭാഗം വായിക്കുകയായിരുന്നു. അവൾക്ക് ആശയക്കുഴപ്പമുണ്ടായി. യേശുവിൻ്റെ മാത്രം അമ്മയായിരുന്നു മറിയം. അങ്ങനെയുള്ള മറിയം ആദ്യജാതനെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു എന്ന് എന്തിനു പറയണം? ദൈവം അവൾക്ക് അത് വിവരിച്ചു കൊടുത്തു. ശാരീരികമായി യേശു മറിയത്തിൻ്റെ കടിഞ്ഞൂൽ പുത്രനായിരുന്നു. എന്നാൽ ആത്മാവിനനുസൃതമായി മനുഷ്യരാശി മുഴുവൻ അവൾക്ക് രണ്ടാമത് ജനിച്ചവരായിരുന്നു. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് ഉത്തമഗീതത്തിലെ ആ ഭാഗം നമുക്ക് മനസ്സിലാക്കാം. ലില്ലിപ്പൂക്കൾ അതിരിട്ട ഗോതമ്പ് കൂനയാണ് നിന്റെ ഉദരം. ഇത് മറിയത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ അംബ്രോസ് അത് വ്യാഖ്യാനിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ പറയുന്നു, മറിയത്തിൻ്റെ ഏറ്റവും സംശുദ്ധമായ ഉദരത്തിൽ ഒറ്റ ധാന്യമണിയെ ഉണ്ടായിരുന്നുള്ളൂ. അത് യേശുക്രിസ്തു ആയിരുന്നു. എങ്കിലും അതിനെ ഗോതമ്പ് കൂന എന്നാണ് പറയുന്നത്.
കാരണം തിരഞ്ഞെടുക്കപ്പെട്ട സകലരും അതിൽ ഉൾപ്പെട്ടിരുന്നു. മറിയം അവരുടെ കൂടി അമ്മയാകേണ്ടിയിരുന്നവൾ. യേശുവിന് ജന്മം നൽകിയതിലൂടെ അവിടുന്ന് ന്യായമായും അനേകം സഹോദരങ്ങൾക്കിടയിലെ ആദ്യജാതൻ എന്ന് വിളിക്കപ്പെട്ടു. വിശുദ്ധ ആബട്ട് വില്യം ഇതേ അർത്ഥത്തിൽ ഇങ്ങനെ എഴുതുന്നു: നമ്മുടെ രക്ഷകനും നമ്മുടെ ജീവനുമായ യേശുവിന് ജന്മം നൽകുന്നതിലൂടെ മറിയം അനേകരെ രക്ഷയിലേക്ക് ആനയിച്ചു. ജീവന് തന്നെ ജന്മം നൽകുന്നതിലൂടെ അവൾ അനേകർക്ക് ജീവൻ നൽകി. തീവ്ര ദുഃഖത്തിൻ്റെയും യാതനയുടെയും നിമിഷത്തിൽ തൻ്റെ പ്രിയപുത്രൻ്റെ ജീവൻ അവൾ നിത്യപിതാവിന് സമർപ്പിച്ചപ്പോഴായിരുന്നു മറിയം രണ്ടാമത്തെ അവസരത്തിൽ നമ്മുടെ ആത്മീയ മാതാവാകുകയും കൃപയുടെ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തത്. കാൽവരി മലയിൽ വിശുദ്ധ ആഗസ്തീനോസ് പ്രഖ്യാപിക്കുന്നു: തൻ്റെ സ്നേഹത്താൽ വിശ്വാസികളുടെ ജനനത്തിൽ സഹകരിച്ചതിനാൽ മറിയം യേശുക്രിസ്തുവാകുന്ന ഏക ശിരസിൻ്റെ അവയവങ്ങളായ സകലരുടെയും ആത്മീയ മാതാവായി തീർന്നു. ഉത്തമഗീതത്തിലെ താഴെ പറയുന്ന വരികളിലൂടെ നമുക്ക് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏറ്റവും പരിശുദ്ധയായ കന്യകയാണ് അത് സൂചിപ്പിക്കുന്നത്. അവർ എന്നെ മുന്തിരിത്തോട്ടങ്ങളുടെ കാവൽക്കാരിയാക്കി, എന്നാൽ എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തു സൂക്ഷിച്ചില്ല. അനേകം ആത്മാക്കളെ രക്ഷിക്കുന്നതിനു വേണ്ടി മറിയം സ്വന്തമായതിനെ മരണത്തിന് വിട്ടുകൊടുത്തു എന്ന് വിശുദ്ധ വില്യംസ് പറയുന്നു. അതായത്, നമ്മെ രക്ഷിക്കുന്നതിന് അവൾ സ്വപുത്രൻ്റെ ജീവൻ ത്യജിച്ചു എന്നർത്ഥം. യേശുവല്ലാതെ മറ്റാരായിരുന്നു മറിയത്തിൻ്റെ ആത്മാവ്? അവൻ അവൾക്ക് ജീവനായിരുന്നു, അവളുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയും. അതിനാലാണ് ശിമിയോൻ പ്രവാചകൻ അവളുടെ ഏറ്റവും അനുഗ്രഹീതമായ ആത്മാവിലൂടെ ഒരു ദിവസം ദുഃഖത്തിൻ്റെ വാൾ കടന്നുപോകുമെന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നത്. ചുരുക്കത്തിൽ യേശുവിൻ്റെ പാർശ്വം പിളർന്ന കുന്തമായിരുന്നു അത്. മറിയത്തിൻ്റെ തന്നെ ആത്മാവായ യേശുവിൻ്റെ പാർശ്വമാണ് അങ്ങനെ പിളർക്കപ്പെട്ടത്. ഏറ്റവും അനുഗ്രഹീതയായ ഈ കന്യക തൻ്റെ വ്യാകുലതകളിലൂടെ, തീവ്ര ദുഃഖങ്ങളിലൂടെ നമ്മെ നിത്യജീവനിലേക്ക് എത്തിച്ചു. അങ്ങനെ നമുക്കെല്ലാം മറിയത്തിൻ്റെ ദുഃഖത്തിൻ്റെ മക്കൾ എന്ന് നമ്മെ തന്നെ വിളിക്കാം. നമ്മുടെ ഏറ്റവും സ്നേഹമയിയായ അമ്മ എല്ലായ്പ്പോഴും എല്ലാറ്റിലും ദൈവത്തിൻ്റെ ഇച്ഛയുമായി ഐക്യപ്പെട്ടിരുന്നു. വിശുദ്ധ ബെനവന്തുരെ ഇങ്ങനെ പറയുന്നു: നിത്യപിതാവിന് മനുഷ്യരോടുള്ള സ്നേഹം എത്രയോ വലുതാണെന്നും അവൾ മനസ്സിലാക്കി. അവരുടെ രക്ഷയ്ക്കായി തൻ്റെ പുത്രൻ്റെ മരണം അവിടുന്ന് ഇച്ഛിക്കുന്നുവെന്നും മറുവശത്ത് നമുക്ക് വേണ്ടി മരിക്കുന്നതിലെ പുത്രൻ്റെ സ്നേഹവും കണ്ടു. പിതാവിൻ്റെയും പുത്രൻ്റെയും മനുഷ്യരാശിയോടുള്ള അമിതമായ ഈ സ്നേഹത്തോട് അനുരൂപപ്പെടുന്നതിന്, നാമെല്ലാം രക്ഷിക്കപ്പെടുന്നതിന് അവൾ തൻ്റെ മുഴുവൻ ഇച്ഛയോടും കൂടി സ്വപുത്രൻ്റെ മരണത്തിന് സമ്മതമരളി. യെശയ്യായുടെ പ്രവചനമനുസരിച്ച് മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി മരിക്കുന്നതിലൂടെ യേശു ഏകനായിരിക്കാൻ തീരുമാനിച്ചു. മുന്തിരിച്ചക്ക ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടി, എന്നാൽ മനുഷ്യരക്ഷയിൽ സഹായിക്കുവാനുള്ള മറിയത്തിൻ്റെ തീക്ഷ്ണമായ ആഗ്രഹം കണ്ട് യേശുവിൻ്റെ ജീവത്യാഗം, പീഡാസഹനം എന്നിവയിലൂടെ മറിയം നമ്മുടെ രക്ഷയിൽ സഹകരിക്കണമെന്നും അവൾ നമ്മുടെ ആത്മാക്കളുടെ അമ്മയായിരിക്കണമെന്നും അവിടുന്ന് വിധിച്ചു. ജീവൻ വെടിയുന്നതിന് തൊട്ടു മുൻപ് കുരിശിൽ കിടന്നുകൊണ്ട് കുരിശിൻ ചുവട്ടിൽ നിന്നിരുന്ന അമ്മയെയും ശിഷ്യനായ യോഹന്നാനെയും നോക്കിക്കൊണ്ട് ആദ്യം അവിടുന്ന് മറിയത്തോട് പറഞ്ഞു: ഇതാ നിന്റെ മകൻ. നോക്കൂ, സകലരുടെയും രക്ഷയ്ക്കായി എൻ്റെ ജീവിതത്തിലൂടെ അങ്ങ് അർപ്പിക്കുന്ന കാഴ്ച മൂലം മുഴുവൻ മാനവരാശിയും ഇപ്പോൾ കൃപയുടെ ജീവിതത്തിലേക്ക് ജനിച്ചിരിക്കുന്നു. മരണത്തിന് മുൻപ് നമ്മുടെ രക്ഷകൻ ഇതാണ് സൂചിപ്പിച്ചത്. തുടർന്ന് ശിഷ്യന് നേരെ തിരിഞ്ഞു പറഞ്ഞു: ഇതാ നിന്റെ അമ്മ. സിയന്നായിലെ വിശുദ്ധ ബെനഡിക്റ്റ് പറയുന്നു: ഈ വാക്കുകളിലൂടെ മറിയം അവൾക്ക് അവനോടുള്ള സ്നേഹം നിമിത്തം വിശുദ്ധ യോഹന്നാൻ്റെ മാത്രമല്ല സകല മനുഷ്യരുടെയും മാതാവായി തീർന്നു. സിൽവൈറ ഇങ്ങനെ സൂചിപ്പിക്കുന്നു: വിശുദ്ധ യോഹന്നാൻ തന്നെ തൻ്റെ സുവിശേഷത്തിൽ ഈ വസ്തുത പ്രസ്താവിക്കുന്നതിലൂടെ ഇങ്ങനെ പറയുന്നു: അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു: ഇതാ നിന്റെ അമ്മ. ഇവിടെ ഒരു വസ്തുത പ്രത്യേകം നിരീക്ഷിക്കപ്പെടണം. യേശുക്രിസ്തു അഭിസംബോധന ചെയ്തത് യോഹന്നാനെയല്ല, പ്രത്യുത ശിഷ്യനെയാണ്. അവൾ സകലരുടെയും മാതാവായിരിക്കേണ്ടതിന് തൻ്റെ ശിഷ്യരായ സകലർക്കുമായി, അതായത് സകല ക്രൈസ്തവർക്കുമായി മറിയത്തെ നൽകി എന്ന് വ്യക്തമാക്കാനാണ് ഇത്. യോഹന്നാൻ ഒരാളുടെ മാത്രം പേരാണ്, എന്നാൽ ശിഷ്യൻ എന്ന പദം എല്ലാവർക്കും ബാധകമാണ്. അതിനാൽ മറിയത്തെ മാതാവായി നമുക്കെല്ലാം നൽകിയെന്ന് വ്യക്തമാക്കുവാൻ ഏവർക്കും ബാധകമായ പദം നമ്മുടെ കർത്താവ് ഉപയോഗിക്കുന്നു.
സഭ മറിയത്തിന് പരിശുദ്ധ സങ്കീർത്തനത്തിലെ വാക്കുകൾ ബാധകമാക്കുന്നുണ്ട്. ഞാൻ സ്നേഹത്തിൻ്റെ മാതാവാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു വ്യാഖ്യാതാവ് പറയുന്നു, പരിശുദ്ധ കന്യകയുടെ സ്നേഹം നമ്മുടെ ആത്മാക്കളെ ദൈവദൃഷ്ടിയിൽ സുന്ദരമാക്കുന്നു. ഏറ്റവും സ്നേഹമയിയായ ഒരമ്മയെപ്പോലെ അവൾ നമ്മെ സ്വീകരിക്കുവാൻ ഇടയാക്കുന്നു. അവൾ അങ്ങനെ ദത്തെടുത്ത സകലരോടുമുള്ള സ്നേഹമായതുകൊണ്ടാണത്. വിശുദ്ധ ബെനവന്തുരെ ഇങ്ങനെ പ്രഘോഷിക്കുന്നു, ഓ ഏറ്റവും മാധുര്യമേറിയ രാജ്ഞി, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്നതുപോലെ തൻ്റെ മക്കളെ സ്നേഹിക്കുകയും അവരുടെ ക്ഷേമത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന വേറെ ഏതമ്മയാണ് ഉള്ളത്? അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുകയും ചെയ്യുന്നത് ഈ ഭൂമിയിലെ ഏതൊരമ്മയും ചെയ്യുന്നതിനോട് താരതമ്യം ഇല്ലാതെയല്ലേ? ഇത്രയും സ്നേഹം നിറഞ്ഞ ശക്തിയുള്ള ഒരമ്മയുടെ സംരക്ഷണയിൽ ജീവിക്കുന്നവർ അനുഗ്രഹീതരാണ്. മറിയം ജനിച്ചിരുന്നില്ലെങ്കിൽ പോലും ദാവീദ് പ്രവാചകൻ മറിയത്തിൻ്റെ ഒരു പുത്രന് സ്വയം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, അങ്ങയുടെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ. വിശുദ്ധ ആഗസ്തീനോസ് ചോദിക്കുന്നു, എന്ത് ദാസി, ഏതു ദാസി? അദ്ദേഹം തന്നെ ഉത്തരവും നൽകുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഉത്തരം നൽകിയ അതേ ദാസിയുടെ. കർദിനാൾ ബെല്ലാർമെയിൻ പറയുന്നു, ഈ മക്കൾ മറിയത്തിൻ്റെ മാറിൽ അഭയം തേടിയപ്പോൾ അവരെ അവിടെ നിന്ന് പിടിച്ചെടുത്തു കൊണ്ടുപോകാൻ ആര് ധൈര്യം കാണിക്കും? ഏത് നരകത്തിൻ്റെ ശക്തിക്കാണ് അല്ലെങ്കിൽ പ്രലോഭനത്തിനാണ് അവരെ അതിജീവിക്കാൻ കഴിയുന്നത്? മഹനീയയായ ഈ മാതാവിൽ, ദൈവമാതാവിൽ, അവളുടെ രക്ഷാകർതൃത്വത്തിൽ, ദൈവമാതാവിൽ വിശ്വാസമർപ്പിച്ചാൽ അവരെ പരാജയപ്പെടുത്തുവാൻ ആർക്ക് കഴിയും? തങ്ങളുടെ കുഞ്ഞുങ്ങൾ, കൊടുങ്കാറ്റ്, പിന്തുടരുന്ന ശത്രുക്കൾ എന്നിവയിൽ നിന്നുള്ള ആപത്തിൽപ്പെട്ടതായി തിമിംഗലങ്ങൾക്ക് തോന്നിയാൽ അവ കുഞ്ഞുങ്ങളെ വിഴുങ്ങിക്കളയും എന്ന് പറയുന്നവരുണ്ട്. മറിയത്തെക്കുറിച്ച് നൊവാരിയസ് ഊന്നിപ്പറയുന്നത് ചുരുക്കത്തിൽ ഇതാണ്: പ്രലോഭനത്തിൻ്റെ കൊടുങ്കാറ്റുകൾ വീശുമ്പോൾ മാതൃസഹജമായ താരല്യത്തോടെ, വാത്സല്യത്തോടെ വിശ്വാസികളുടെ ഏറ്റവും ദയുള്ള മാതാവ് അവരെ സംരക്ഷിക്കുന്നു. രക്ഷയുടെ തുറമുഖത്ത് അവരെ കൊണ്ടുചെന്നെത്തിക്കുന്നതുവരെ തൻ്റെ മാറോട് ചേർത്ത് അവൾ അവരെ സംരക്ഷിക്കുന്നു. ഓ ഏറ്റവും സ്നേഹപൂർണിയായ അമ്മേ, ഏറ്റവും ദയാവായ്പുള്ള മാതാവേ, അങ്ങ് എന്നും അനുഗ്രഹീതയായിരിക്കട്ടെ. ദൈവം എന്നും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഈ ജീവിതത്തിൽ സകല ആപത്തുകളിലും നിന്ന് ഉറപ്പുള്ള അഭയസങ്കേതമായി, ഞങ്ങളുടെ മാതാവായി അങ്ങയെ ഞങ്ങൾക്ക് നൽകിയ ദൈവം സ്തുതിക്കപ്പെടട്ടെ. വിശുദ്ധ ബ്രിജിത്തിനോട് നമ്മുടെ പരിശുദ്ധ കന്യക തന്നെ ഒരു ദർശനത്തിൽ ഈ വാക്കുകൾ അരുളി ചെയ്തു. തൻ്റെ പുത്രൻ ശത്രുക്കളുടെ വാളുകൾക്ക് നടുവിൽ ആയിരിക്കുന്നത് കണ്ട് അവനെ രക്ഷിക്കാനായി സകല ശ്രമങ്ങളും നടത്തുന്ന ഒരമ്മയെപ്പോലെ എൻ്റെ കരുണ യാചിക്കുന്ന സകല പാപികൾക്കും വേണ്ടി ഞാനും ശ്രമിക്കും. അങ്ങനെ നരകശക്തികളുമായുള്ള ഏതൊരു വ്യാപാരത്തിലും നാം എല്ലായ്പ്പോഴും അവയെ കീഴടക്കും. ഓ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ അങ്ങയുടെ പക്കൽ അഭയം തേടുന്നു. ഞങ്ങൾ അങ്ങയുടെ പക്കൽ അഭയം തേടി ഓടിയെത്തുന്നു. നമ്മുടെ കൂടി മാതാവായ ദൈവമാതാവിനോട് ഇങ്ങനെ ആവർത്തിച്ചപേക്ഷിച്ചുകൊണ്ടാണ് നാം അത് സാധിക്കുന്നത്. ഈ ഹ്രസ്വവും അതിശക്തവുമായ പ്രാർത്ഥനയിലൂടെ മറിയത്തിൻ്റെ സഹായം തേടി വിശ്വാസികൾ നരകത്തിന് മേൽ എത്രയോ തവണ വിജയം നേടി. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സഭയിലെ മഹാദേവദാസി സിസ്റ്റർ മേരി ക്രൂസിഫൈഡ് എല്ലായ്പ്പോഴും പിശാചുക്കളെ അതിജീവിച്ചത് അങ്ങനെയായിരുന്നു. അപ്പോൾ മറിയത്തിൻ്റെ മക്കളായ നിങ്ങൾ ഹൃദയശുദ്ധിയുള്ളവരായിരിക്കുക. തൻ്റെ മക്കളായിരിക്കാമെന്ന് ആഗ്രഹിക്കുന്ന സകലരെയും അവൾ സ്വീകരിക്കുന്നു എന്ന് ഓർമ്മിക്കുക, ആഹ്ലാദിക്കുക. അങ്ങനെ ഒരു അമ്മ നിങ്ങളെ സംരക്ഷിക്കുമ്പോൾ നശിച്ചു പോകുമെന്ന് എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? എൻ്റെ ആത്മാവേ, അപ്പോൾ ഏറെ ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ പറയുക: ഞാൻ ആഹ്ലാദിക്കും, സന്തോഷിക്കും. എൻ്റെ വിധിവാചകം എന്തുമായിക്കൊള്ളട്ടെ, അത് എൻ്റെ സഹോദരനെയും അമ്മയെയും ആശ്രയിച്ചിരിക്കുന്നു. അവരിൽ നിന്നാണ് അത് വരേണ്ടത്. വിശുദ്ധ ബെനവന്തുരെ പറയുന്നു, അങ്ങനെ ഈ നല്ല അമ്മയെ സ്നേഹിക്കുകയും അവളുടെ സംരക്ഷണയിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയും യേശു നമ്മുടെ സഹോദരനും മറിയം അമ്മയുമാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് തൻ്റെ ആത്മവിശ്വാസത്തെ ഉത്തേജിപ്പിക്കണം. ഇതേ ചിന്ത വിശുദ്ധ ആൻസിലേമിൻ, ഓ സന്തുഷ്ടമായ ആത്മവിശ്വാസമേ, സുരക്ഷിതമായ അഭയമേ, ദൈവമാതാവ് എൻ്റെ അമ്മയാണ്. നമ്മുടെ രക്ഷ ഒരു നല്ല സഹോദരൻ്റെയും തരളഹൃദയയായ ഒരു മാതാവിൻ്റെയും ന്യായവിധിയിൽ ആശ്രയിച്ചിരിക്കുന്നതിനാൽ നമ്മുടെ ആത്മവിശ്വാസം എത്രയോ ദൃഢമായിരിക്കും. സുഭാഷിതങ്ങളിലെ ഈ വാക്കുകളിലൂടെ നമ്മുടെ അമ്മ നമ്മെ വിളിക്കുന്നു എന്ന്
സന്തോഷത്താൽ ഉദ്ഘോഷിക്കുവാനും നമ്മെ പ്രോത്സാഹിപ്പിക്കുവാനും പ്രേരകമാകുന്നു. അല്പബുദ്ധികളെ ഇങ്ങോട്ട് വരുവിൻ. കുട്ടികൾക്ക് എല്ലായ്പ്പോഴും നാവിൽ അമ്മയുടെ പേരുണ്ട്. ഭയപ്പെടുന്ന ഓരോ നിമിഷത്തിലും ഓരോ ആപത്തിലും അവർ അമ്മേ അമ്മേ എന്ന് കരയുന്നു. ഹ, ഏറ്റവും മാധുര്യമേറിയ മറിയമേ, ഏറ്റവും സ്നേഹമയിയായ മാതാവേ, ഞങ്ങൾ കുഞ്ഞുങ്ങളാകണമെന്നും ഓരോ ആപത്തിലും അങ്ങയെ വിളിക്കണമെന്നും സദാസമയവും അങ്ങയോട് അപേക്ഷിച്ച് അങ്ങയിൽ ശരണം തേടണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നു. കാരണം അങ്ങയിൽ ശരണമടഞ്ഞ ഏവരെയും എന്ന പോലെ ഞങ്ങളെയും സഹായിക്കുവാനും രക്ഷിക്കുവാനും അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഉദാഹരണം, നേപ്പിൾസ് രാജ്യത്തെ ഈശോ സഭയുടെ സ്ഥാപന ചരിത്രത്തിൽ വില്യം എൽഫിൻസ്റ്റൺ എന്ന സ്കോട്ട്ലൻഡുകാരനായ യുവപ്രഭുവിൻ്റെ കഥ നാം വായിക്കുന്നു. അത് ഇപ്രകാരമാണ്. ജെയിംസ് രാജാവുമായി അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. താൻ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന വിവാദത്തിലും മതവിരോധത്തിലും അയാൾ കുറേ കാലം ജീവിച്ചു. ദൈവകൃപയാൽ അയാൾ തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. പിന്നീട് അയാൾ ഫ്രാൻസിലേക്ക് പോയി. അവിടെ സ്കോട്ട്ലൻഡുകാരനായ ഒരു ഉത്തമ ഈശോ സഭാ വൈദികൻ്റെ സഹായം അയാൾക്ക് ലഭിച്ചു. അതിലും ഉപരി പരിശുദ്ധ കന്യകയുടെ മാധ്യസ്ഥവും. അതിലൂടെ അയാൾ അവസാനം സത്യം കണ്ടെത്തി മതവിരോധം ഉപേക്ഷിച്ച് കത്തോലിക്കനായി. ഫ്രാൻസിൽ നിന്ന് അദ്ദേഹം റോമിലേക്ക് പോയി. അവിടെ വച്ച് അതീവ ദുഃഖിതനായി തേങ്ങിക്കരയുന്ന നിലയിൽ ഒരു സുഹൃത്ത് അയാളെ കണ്ടെത്തി. ആ സ്നേഹിതൻ അയാളോട് ദുഃഖത്തിൻ്റെ കാരണം തിരക്കി. നഷ്ടപ്പെട്ടു പോയ അമ്മ രാത്രിയിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു അത്രേ: മകനെ, നീ സത്യസഭയിൽ പ്രവേശിച്ചത് നന്നായി. ഞാനാണെങ്കിൽ മതനിന്ദയിൽ മരിച്ചു, എന്നേക്കുമായി നഷ്ടപ്പെട്ടവളായി. ആ നിമിഷം മുതൽ അയാൾ മാതാവിനോടുള്ള ഭക്തി ഇരട്ടിയാക്കി. മറിയത്തെ തൻ്റെ ഏക മാതാവായി സ്വീകരിച്ചു. മതവിശ്വാസത്തെ ആശ്ലേഷിക്കുവാൻ അവൾ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചു. പ്രതിജ്ഞാപൂർവം അയാൾ മതവിശ്വാസം സ്വീകരിച്ചു. ആരോഗ്യം ദുർബലമായിരുന്നതിനാൽ ഉത്സാഹം വീണ്ടെടുക്കുന്നതിന് അയാൾ നേപ്പിൾസിലേക്ക് പോയി. അവിടെ വച്ച് അയാൾ മതവിശ്വാസിയായി മരിക്കണം എന്നായിരുന്നു ദൈവേച്ഛ. താൻ അത്യാസന്ന നിലയിലായി എന്ന ബോധ്യത്തിൽ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനകളാൽ സുപ്പീരിയേഴ്സിൻ്റെ മനസ്സ് മാറ്റി ഈശോ സഭയിൽ അംഗത്വം നേടുവാൻ അയാൾക്ക് കഴിഞ്ഞു. ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ വെച്ചായിരുന്നു അത്. അന്ത്യകൂദാശ സ്വീകരിക്കവേ ആണ് ഈശോ സഭയുടെ പ്രതിജ്ഞാവാചകം അയാൾ ചൊല്ലിയത്. അതിനുശേഷം മതവിരോധത്തിൽ നിന്ന് തന്നെ തിരികെ നേടിയതിന്, സത്യസഭയിൽ മരിക്കുവാൻ ഇടയാക്കിയതിന് ഹൃദയസ്പർശിയായ രീതിയിൽ തരള ഹൃദയത്തോടെ അയാൾ മറിയത്തിന് നന്ദി പറഞ്ഞു. ദൈവത്തിൻ്റെ ഭവനത്തിൽ സന്യാസ സഹോദരങ്ങളോടൊപ്പം മരിക്കാൻ കഴിഞ്ഞതിൽ കൃതജ്ഞത പ്രകടിപ്പിച്ച് ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു: ഓ, ഇത്രയധികം മാലാഖമാരുടെ മധ്യത്തിൽ ഇങ്ങനെ മരിക്കാൻ സാധിക്കുന്നത് എത്രയോ മഹനീയമാണ്. വിശ്രമിക്കാൻ ആരോ ഉപദേശിച്ചപ്പോൾ അയാൾ മറുപടി പറഞ്ഞു: എൻ്റെ ജീവിതം അവസാനിക്കാറായി, ഇനി വിശ്രമിക്കാൻ സമയമില്ല. മരിക്കുന്നതിന് മുൻപ് ചുറ്റും കൂടിയിരുന്നവരോട് ഇങ്ങനെ പറഞ്ഞു: സഹോദരന്മാരെ, എന്നെ സഹായിക്കാനായി ചുറ്റും നിൽക്കുന്ന സ്വർഗീയ ദൂതന്മാരെ നിങ്ങൾ കാണുന്നില്ലേ? പിറുപിറുക്കുന്നത് എന്താണ് എന്ന് ഒരു സന്യാസ സഹോദരൻ ചോദിച്ചു. കുറച്ചു കാലം ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടി വരുമെന്നും വൈകാതെ സ്വർഗത്തിൽ പോകുമെന്നും കാവൽമാലാഖ വെളിപ്പെടുത്തി എന്നായിരുന്നു മറുപടി. തുടർന്ന് തൻ്റെ ഏറ്റവും മാധുര്യമുള്ള മാതാവായ മറിയവുമായി ഒരു സല്ലാപത്തിൽ ഏർപ്പെട്ടു. അമ്മയുടെ കരവലയത്തിൽ ഓടിയെത്തുന്ന ഒരു ശിശുവിനെ പോലെ അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അയാൾ മരണം വരിച്ചു. അധികം വൈകാതെ അദ്ദേഹം സ്വർഗത്തിലെത്തിയെന്ന് ഭക്തനായ ഒരു സന്യസ്തന് വെളിപാടുണ്ടായി. പ്രാർത്ഥന. ഓ, ഏറ്റവും പരിശുദ്ധയായ അമ്മയായ മറിയമേ, ഇത്രയും പരിശുദ്ധിയായ ഒരമ്മയുണ്ടായിട്ടും ഇത്രയധികം ദുഷ്ടതയുള്ളവനാകാൻ എനിക്ക് എങ്ങനെ സാധിച്ചു? ദൈവസ്നേഹത്താൽ ഇത്രമാത്രം ജ്വലിക്കുന്ന ഒരമ്മ. ഞാനാകട്ടെ സൃഷ്ടിജാലങ്ങളെ സ്നേഹിക്കുന്നു. പുണ്യത്തിൽ ഇത്ര ധന്യയായ അമ്മ. ഞാനാകട്ടെ ദരിദ്രനും അങ്ങയുടെ പുത്രനായിരിക്കാൻ ഞാൻ അർഹനല്ല എന്നത് ആ സ്നേഹമയിയായ അമ്മേ വാസ്തവമാണ്. കാരണം ദുഷ്ടത നിറഞ്ഞ എൻ്റെ ജീവിതത്തിലൂടെ അത്രയും വലിയൊരു ബഹുമതിക്ക് ഞാൻ അർഹനല്ലാതായിത്തീർന്നു. അങ്ങയുടെ ദാസനായി എന്നെ സ്വീകരിച്ചാൽ ഞാൻ തൃപ്തനായി. അവരിൽ ഏറ്റവും എളിയവനായി എന്നെ സ്വീകരിച്ചാൽ മതിയാവും. ഉവ്, ഞാൻ തൃപ്തനാണ്. എങ്കിലും അങ്ങയെ അമ്മേ എന്ന് വിളിക്കുന്നതിൽ നിന്ന് എന്നെ വിലക്കരുതേ. അങ്ങയുടെ നാമം എന്നെ ആശ്വസിപ്പിക്കുന്നു, എൻ്റെ ഹൃദയത്തെ താരളമാക്കുന്നു. അങ്ങയെ സ്നേഹിക്കണമെന്ന കടപ്പാടിനെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കുന്നു. അവിടുത്തെ നാമം എന്നിൽ ആത്മവിശ്വാസം ഉണർത്തുന്നു. എൻ്റെ പാപങ്ങളും ദൈവിക നീതിയും എന്നെ ഭീതിയിൽ ആഴ്ത്തുമ്പോൾ അങ്ങ് എൻ്റെ മാതാവാണെന്ന ചിന്ത എന്നെ സമാശ്വസിപ്പിക്കുന്നു. ആകയാൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാവേ, അങ്ങയെ അമ്മയെന്ന് വിളിക്കുവാൻ എന്നെ അനുവദിക്കണമേ.
ദൈവം കഴിഞ്ഞാൽ അങ്ങാണ് എൻ്റെ അഭയവും പ്രത്യാശയും. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ എൻ്റെ സ്നേഹവും. എൻ്റെ മാതാവേ, എൻ്റെ അമ്മയായ മറിയമേ, എന്നെ സഹായിക്കണമേ, എന്നോട് ദയ കാണിക്കണമേ എന്നു പറഞ്ഞുകൊണ്ട് അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഉച്ഛ്വസിച്ചുകൊണ്ട് മരിക്കുവാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ആമേൻ.